ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതി പങ്കാളികളാവാൻ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതുപോലെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TV ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആതിര ഗോപൻ. എവിടെ സ്ഥലം? കൊല്ലമാണ്. ഞങ്ങൾ സൗദിയിലാണ്. ടീച്ചറാ. വെറുതെ വന്നതാ? നമ്മൾ വെക്കേഷൻ വന്നത്. അവിടുത്തെ വെക്കേഷൻ ഇപ്പോഴാണല്ലേ പറയുമ്പോൾ? ശരിയാ. എന്താ പേര്? അമ്മയ്യ. ഏത് സ്കൂളിലാ? സ്കൂളിന്റെ പേര് അറിയത്തില്ല, മറന്നു അല്ലേ നമ്മള്? ക്ലാസ് കുഴപ്പമില്ല. ഏത് ക്ലാസ്സിലാ? LKG മാറിപ്പോയി. ഓക്കെ. വർക്ക് ചെയ്യുന്ന ഇവിടെ സൗദിയില് മീഡിയ അടിയിലാണല്ലോ. അനായ. ഏത് ക്ലാസ്സിലാ? 7. ഓക്കെ. എൻ്റെ പേര് സെലിൻ സാഗര. വർക്ക് ചെയ്യുന്നത് ഗൾഫിലാ. ഇതൊരു ബീന സെലിൻസ്, ഹൗസ് വൈഫാണ്. ഇപ്പം നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൻ്റെ രസകരമായ ആൻസറാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ. 5 പേര് മത്സരിക്കുകയാണോ? 4 പേര് മത്സരിക്കുകയാണോ? എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവര് വിജയി. ഓക്കെ, റെഡിയാണോ? ഓക്കെ, റെഡി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ചെപ്പ് നിറയെ പച്ച ഇറച്ചി എന്താണ്? ഒരു ചെപ്പ് നിറയെ പച്ച ഇറച്ചി എന്താണ്? പായലാണോ? പായലല്ല. ഒരു ചെപ്പ് നിറയെ പച്ച ഇറച്ചി. എന്ത് ബേസ് ചെയ്ത് വരും? ക്ലൂ പറഞ്ഞ് ആൻസർ പറയും. എങ്കിലും കടലിലൊക്കെ ഉണ്ട് ഈ സാധനം. കറക്റ്റ് ആൻസർ. ലേഡീസ് ഫസ്റ്റ്. ആദ്യമേ പറഞ്ഞല്ലോ, അറിയാമായിരുന്നു പെട്ടെന്ന് വിചാരിച്ചു. ഇത് വൈഫാ? ഇത് ചെണ്ടോ? ഇത് അല്ല, ഞങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ മക്കളെ. മക്കളെ കൊണ്ടുവന്നില്ല? കൊണ്ടുവരാൻ പറ്റാത്ത മക്കളാണല്ലേ? വലുതാണ്. പുറത്ത് പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കായ്ക്കില്ല പൂക്കില്ല വെട്ടിയാൽ തളിർക്കും എന്താണ്? മുടി. കറക്റ്റ് ആൻസർ. അങ്ങറ്റം പിന്നെ ഇങ്ങറ്റം. ഇനി സെന്ററിലൊരു കൊച്ചു ലേഡി നിൽപ്പുണ്ട്. ഇനി അടുത്ത ലേഡി ആയിരിക്കും പറയുന്നത്. ഹലോ, ആൻസർ പറയൂ. ഈ ലേഡിയിൽ നിന്ന് ആൻസർ ഒന്നും കിട്ടുന്നില്ല. ആൻസർ എന്തായിരുന്നു? ലേഡി ആയില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുപ്പിയിൽ 2 എണ്ണ എന്താണ്? മുട്ടയാണോ? ഒരു കുപ്പിയിൽ 2 എണ്ണ. മുട്ട അല്ല, വേറെ ഞങ്ങളും മിടുക്കരാണ്. അപ്പോൾ അതിനും പറഞ്ഞപ്പോ അല്ലേ അങ്ങനെയൊക്കെയാണ്. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? നല്ലതുപോലെ പാട്ട് പാടും. ഞാൻ പാടുപെടും. മോള് പാട്ട് പാടോ? ഇല്ല. സ്മാർട്ട് മോളാ. വയസ്സിട്ടോ പാട് കുറച്ചുപാട് സമയം പോന്നു. ഒരു കട്ട് ചെയ്ത് കളയെല്ലാം കൂടെ. അത് മാത്രം കിട്ടി, വേറെ അറിവ് മാത്രം കിട്ടി. എങ്കിലും കുട്ടി 2 വരി പാടി മതി. പിന്നീട് വേറെ പാട്ട് പാടോ? പാടിത്തരോ ചേച്ചി? പാട്ട് തരണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരു കുന്നിന് 2 കുഴി എന്താണ്?
ഒരു കുന്നിന് രണ്ട് കുഴി. ഒരു കുന്നിന് രണ്ട് കുഴി. ഒരു കുന്നിന് ക്ലൂ തരണം. ഇതിന് ക്ലൂ കാണാം. മൂക്ക് കറക്റ്റ്. അതല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങി ചേട്ടനുണ്ടല്ലോ മൂക്കിലിട്ട്. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഓടിയാൽ കൂടെ ഓടും, ഞാൻ നിന്നാൽ അപ്പോൾ നിൽക്കും. എന്താണ്? ചെരുപ്പല്ല. ചെറുപ്പല്ലേ? ഞാൻ ഓടിയാൽ കൂടെ ഓടും, ഞാൻ നിന്നാൽ അതെങ്കിലും ബസ് അല്ല, വണ്ടിയാണോ? നിഴൽ. പ്രൈസ് എന്ത് പ്രൈസ് അതൊന്നും പറയത്തില്ലേ? ലാസ്റ്റ് ആണ് തരുന്നത്. എന്ത് കിട്ടിയത്? അടി മാത്രം തരത്തില്ല. ക്ലൂ ആണെങ്കിലും നമ്മള് സമ്മാനമാണ് അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. കാലിന്മേൽ കണ്ണുള്ളവൻ, വായിൽ പല്ലില്ലാത്തവൻ ആരാണ്? കാലിന്മേൽ കണ്ണുണ്ട്, വായിൽ പല്ലുമില്ല. അവിടെ നമ്മൾ തോക്കാൻ ചാൻസ്. ജീവനുള്ള അല്ല. മനസ്സിലായി. പക്ഷെ എവിടെ കേട്ടിട്ടുണ്ട്. കാലിന്മേൽ കണ്ണുണ്ട്, വായിൽ പല്ലില്ല. ഒരു സാധനമാണ്. കാലിന്മേ കണ്ണുണ്ട്, വായിൽ പല്ലുമില്ല. കാലിന്മേൽ ഇതാണോ? കണ്ണാടിയാണോ? കണ്ണാടിയല്ല. ചെരുപ്പല്ല അല്ലേ? ചെരുപ്പല്ല. കണ്ണുണ്ട്, കാലില് കണ്ണുണ്ട്, വായിൽ പല്ലുമില്ല. ബ്രഷാണോ? ബ്രഷല്ല. ആൻസർ പറഞ്ഞു, ചിലപ്പോ കിട്ടും. ശരിയാ. അറിയാന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ വെച്ചേക്കരുത്. നമ്മുടെ നമ്മുടെ കണ്ണാടിയാണ്. കണ്ണാടിയല്ല. വസ്തു മറ്റേ വെജിറ്റബിൾസ് മാല അല്ല, അതുമല്ല. ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരും. വായില് പല്ലില്ല. ഒരു ഉപകരണം അല്ലേ? സാധാരണ ഡാഡി ഫിംഗർ നീ അല്ല പാടുന്നില്ല. ഇൻസ്ട്രുമെന്റ് ആണെങ്കില് കാലിന്മേ കണ്ണുണ്ട്. വായിൽ പല്ലില്ല. ഓടക്കുഴലോ? ഇല്ലല്ല. ഓടക്കുഴലല്ലോ. മാത്സില്ല. നമ്മൾ ക്ലൂ വന്ന് തരികയാണെങ്കിൽ ക്രാഫ്റ്റ് വർക്കിനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനം. എന്താണ്? ഞാൻ പറയാം, സൂചി. സൂചിയല്ല. സൂചിക്ക് ഒരു കണ്ണുണ്ടല്ലോ കാലില്. രണ്ട് കണ്ണുണ്ട്. രണ്ട് കണ്ണുണ്ടോ? രണ്ട് കണ്ണുള്ള സാധനം. കത്രിക. കത്രിക. രണ്ടും ഒന്നിച്ചാണ് പറഞ്ഞത്. ഒരാൾ ഇംഗ്ലീഷിൽ ഒരാൾ മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പൊ മലയാളിയൊക്കെയാണ് പ്രിഫറൻസ്. അല്ല, ഞാൻ സൂചിയിൽ വന്നപ്പോഴാ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. എങ്കിലും നല്ല സ്മാർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞ ആളല്ലേ? ശബ്ദം കൂട്ടി പറഞ്ഞതാ. ശബ്ദം കൂട്ടി പറഞ്ഞ ആ തിരികട്ടെ ഒരു മാർക്ക്. 2 പോയിന്റ് ആയല്ലേ? അവിടെ രണ്ട്. ഇവിടെ ആയി. ഞാനുണ്ടായി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചോദ്യ പോരാട്ടം. ബ്രദറാണോ? അല്ല, നമ്മുടെ ഫ്രണ്ടാ. സൗദി ഫ്രണ്ട്സ് ആണല്ലേ? ഇത് ഡയറക്ടറാണ് ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ. സിനിമ ഡയറക്ടറാണോ? സിനിമയൊക്കെ ചെറുതായിട്ട് ഗൾഫിലാ ചെയ്തത്. ഗൾഫില. സതി. ഓക്കെ. നടന എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു. ഏതെങ്കിലും സീരിയലിലോ? സീരിയലിലും ഷോർട്ട് ഫിലിമിലുണ്ട്, വെബ് സീരീസിലുണ്ട്. ഓ, അതാ. ഇത് ചുമ്മാ ടൈം പാസിന് ഇവിടെ നിൽക്കുക. ഒരു നല്ല മുഖപരിചയമുണ്ട്. ഞാൻ കുറെ വന്നപ്പോഴേ കാണുന്നില്ലാരും ചോദിക്കുന്നുണ്ട്, എന്നെപ്പോലെ വേറെ ആരും ഉണ്ടാവും. അതറിയാൻ വേണ്ടിട്ടോ. എങ്ങനെയായിരിക്കും? അതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 7. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാം തിന്നും, എല്ലാം ദഹിക്കും, വെള്ളം കുടിച്ചാൽ ചത്തുപോകും. എന്താണ്? സിഗരറ്റ്. തീ. ഇവിടെ പറഞ്ഞു. എനിക്ക് പറഞ്ഞു. ഓ, അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ചോദ്യം കേട്ടപ്പോ പെട്ടെന്ന് പറഞ്ഞു ടൈ ആവണ്ടേ? 3 പേരും ടൈ ആയി. ഞാനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ തമ്മിലുള്ള ഓ, അങ്ങനെ. ഓക്കെ ശരി. അത് പാസ് ചെയ്തു. ആ കളി ഇവിടെ വേണ്ട.
ഇപ്പം 2-2-2. ഒന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ. 1000 പൊടിയരി അതിലൊരു നെടിയരി എന്താണ്? അയ്യോ, കേട്ടിട്ടുണ്ട്. 1000 പൊടിയരി അതിലൊരു നെടിയരി. സൂര്യനും ചന്ദ്രനും സ്കൈ ആണോ? സ്കൈ അല്ല, ചന്ദ്രൻ. അതെ, രാത്രിയിലത്തെ സ്കൈ, നക്ഷത്രവും ഗാലക്സിയും. അത് നല്ലതുപോലെ അത് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ 1000 പൊടിയരി അതിലൊരു നെടിയരി. സൂര്യൻ അല്ല ചന്ദ്രൻ, നെടിയരി ചന്ദ്രൻ, മറ്റേ നക്ഷത്രങ്ങൾ. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് പറയണം ആൻസർ. കണ്ടോ ഇവിടെ എന്തായാലും നമ്മള് ഒരു വണ്ടിയിലാ പോകുന്നത്. ഷെയർ ഇട്ടെടുക്കുമല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വയറൊന്ന് വായ 2 വയറ്റിൽ നിറയെ മക്കൾ എന്താണ്? വയറൊന്ന് വായ 2 വയറ്റിൽ പല്ലാണോ? വായാണോ? വാല്ല. അല്ലല്ല, വയറൊന്ന് വയറൊന്ന് വായ 2 വയറ്റിൽ നിറയെ മക്കൾ. എവിടെയോ കേട്ടിട്ടുണ്ട്. ചൂലല്ല. എവിടെയോ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീട്ടില് അടുക്കളയിൽ കാണപ്പെടും. പിന്നെ അല്ലാതെ ഇവിടെ പൂജാമുറിയിലെ കാണപ്പെടും. പൂജാമുറി അടുക്കള നമ്മളെ ഗിണ്ടി. എങ്കി അടുക്കള വരത്തില്ല. അതെ, ശരിയാണ്. പൂജാമുറിയിലും അടുക്കളയിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ഒരു സാധനം. വയറൊന്ന് വായ 2 വയറ്റിൽ നിറയെ മക്കൾ. അതിനാണ് പൂജാമുറി പൂജാമുറിയിലും കാണപ്പെടും, അടുക്കളയിലും കാണപ്പെടും. കുഴലാണോ? അല്ല, തീപ്പെട്ടി. അല്ല, 3 ഞാൻ. അയ്യോ, ഇവിടെ 3 ശരിയാ. എനിക്ക് വേണം ജസ്റ്റ്, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് കഴിഞ്ഞ ഒരു ദിവസം കൂടെ ഉള്ളു. ഒരു ക്വസ്റ്റ്യനും കൂടി. വീട്ടിലെ കോവിലിൽ 3 ദൈവങ്ങൾ. വീട്ടിലെ കോവിലിൽ 3 ദൈവങ്ങൾ എന്താണ്? എന്തിനാ ഡിപ്പെൻഡ് ചെയ്ത് വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് ഉള്ള. തേങ്ങ വല്ലതാണോ? തേങ്ങയുടെ 3 കണ്ണു. വീട്ടിലെ കോവിലിൽ 3 ദൈവങ്ങൾ. സാധാരണ ഇത് 3 കാണും വീട്ടില്. എന്താണ്? അടുപ്പാണ്. അടുപ്പ്. യെസ്, കറക്റ്റ് ആൻസർ. അടുപ്പാണ്. 3 രണ്ട് പൈസ കിട്ടുമോ? 3. അപ്പൊ ഇനിയും മത്സരം. നമുക്ക് 4, എനിക്ക് 2. അല്ല, 2 പൈസ ഉണ്ടെന്ന് 2 പേർക്കും. ഇല്ല, അങ്ങനെയില്ല. നമുക്ക് പ്രോത്സാഹന സമ്മാനം. അപ്പോ രണ്ടുപേരും കൂടെ ഫ്രണ്ടിലോട്ട് വരും. വേണം. അപ്പോൾ ഇവിടെ 2 ലേഡീസ് തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3:3 എന്ന അനുപാതത്തിലായിരുന്നു. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ല ആരാണോ ആൻസർ പറയുന്നത് അവർ ജയിക്കും. ഓക്കെ, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാമേ. ചെടിയിൽ കായ്, കായിൽ ചെടി എന്താണ്? ചെടിയിൽ കായ് ചെടി. ചെടിയിൽ കായ് കാണും, കായിൽ മീതെ ചെടി കാണും എന്താണ്? അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെടി തന്നെയാണ്. ചെടി തന്നെയാണ്. കായാണോ? ഫ്രൂട്ട്സ് ഐറ്റംസ്. ചെടിയില് ഒന്ന് പറഞ്ഞ ഭർത്താക്കന്മാർ വാടച്ചിരിക്കുക, ഭാര്യമാർ മാങ്ങ. അല്ലല്ല, ചെടിയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല. ചെടിയില് ഒന്നുകൂടെ പറഞ്ഞേ. ചെടിയിൽ കായ്, കായുമേൽ ചെടി. കൈതച്ചക്കയാണോ? കൈതച്ചക്ക. എന്തായിരുന്നു പേര്? ആതിര. അപ്പോൾ ആതിര ചേച്ചിയാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ആതിര ഗോവൻ ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? സൂപ്പറായിരുന്നു. സമ്മാനം കിട്ടിയില്ലേ? സമ്മാനം കിട്ടിയ സൂപ്പർ ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മള് തന്നെ പാട്ട് പാടാം. എങ്ങനെയുണ്ടായിരുന്നു? പാട്ട് പാടോ? പാട്ട് പാടാന്ന് പാടുന്നേ പാട്. അത് പോണം. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. നല്ല പരിപാടി. നന്നായിട്ട് അവതരിപ്പിച്ചു. അവതരണം കൊള്ളാം അല്ലേ? ഇത് ചാരിറ്റബിൾ ട്രസ്റ്റിന് മോളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം.
പ്രോഗ്രാം നല്ലതായിരുന്നു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ടാറ്റ പറയൂ.